ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. ഈ ഡെയിലി കുളിക്കും, മനസ്സിലായോ? നീ മടിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം. നമ്മൾ ഈ എന്നും കുളിച്ചില്ലെങ്കിലേ മുടിയൊക്കെ ആകെ ജട കെട്ടി നാശമായി. അന്നോടെന്നുള്ള തുണികളെ അന്നോടെ അങ്ങ് കഴുകിയിട്ട് കഴിഞ്ഞാൽ കുറേ ജോലി അങ്ങ് കുറയും. ചോറിനുള്ള കറികളൊന്നും ഇതുവരെ റെഡി ആയിട്ടില്ല. അതൊക്കെ ഇനി എപ്പോഴാണെന്തോ. ഞാൻ കാരണം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? മറുപടിയാണ്. നീ മനഃപൂർവ്വം എത്തിച്ച അപകടമൊന്നുമില്ല ചേട്ടാ. ഞാൻ ഇനി എണിച്ച് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്നെ ഏതെങ്കിലും ഒരു ചാരിറ്റി ഹോമിൽ കൊണ്ടാക്കിയിട്ട് ഒരു നല്ല ജീവിതം ചെയ്യുന്ന തിരഞ്ഞെടുത്തൂടെ? പണ്ട് ഞങ്ങളുടെ വീട്ടിൽ ചില ദിവസങ്ങളിൽ അച്ഛൻ മദ്യപിച്ചിട്ട് വരും. അമ്മയായിട്ട് വഴക്കുണ്ടാക്കും. അമ്മയ്ക്ക് ഒന്ന് രണ്ട് അടികളൊക്കെ കിട്ടും, പിണങ്ങിയിരിക്കും. പക്ഷെ നേരം വിളക്കുമ്പോൾ അച്ഛന് കഴിക്കാനുള്ള ആഹാരം, ജോലിക്ക് പോകാനുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുത്ത് അമ്മ പിണക്കങ്ങ് തരും. കുറേ നാൾ കഴിഞ്ഞ് അമ്മ ഒരു സ്ട്രോക്ക് വന്ന് കിടപ്പില്ലേ. 3-4 കൊല്ലം അമ്മ മരിക്കുന്നത് വരെ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയത് എൻ്റെ അച്ഛനായിരുന്നു. ആ അച്ഛനെ കണ്ടാടി ഞാൻ വളർന്നത്. എന്നാലും ഞാനൊരു ഭാരമാവുന്നൊന്നും തോന്നല്. പിന്നെ എങ്ങനെയാ കോളേജിൽ ഞാൻ ഒരുപാട് കാലം നിന്റെ പുറകെയായിരുന്നു. ഒടുവിൽ നീ ഇഷ്ടമാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു. എന്നും നിന്റെ കൂടെ കാണും. അത് എനിക്ക് നിന്നെ മടുക്കോളം അല്ല, മരിക്കോളം കൂടെ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. അതുപോലെ ആയിരിക്കണം ഭാര്യ ഭർത്ത ബന്ധം എന്ന് പറയുന്നത്. പഴകുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞ് പോലെ ആയിരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൂടെ ഉണ്ടായിരിക്കും.